ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടു. യൂറോപ്യൻ യൂണിയനിൽ ഇന്ത്യയുടെ നിക്ഷേപം 40 ബില്യൺ യൂറോ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഗവേഷണം, വികസനം, സേവനങ്ങൾ തുടങ്ങിയ എല്ലാ രംഗത്തും ഇപ്പോൾ സഹകരണമുണ്ട്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ വ്യാവസായിക ലോകത്തിലുള്ള ശക്തമായ സന്ദേശമാണെന്നും മോദി പറഞ്ഞു. भारत और यूरोपियन यूनियन के बीच एक बहुत बड़ा एग्रीमेंट हुआ है. दुनिया में लोग इसकी चर्चा मदर ऑफ ऑल डील्स के रूप में कर रहे हैं. ये समझौता भारत के 140 करोड़ लोगों और यूरोपीय देशों के करोड़ों लोगों के लिए बहुत बड़े अवसर लेकर आया है. ये दुनिया की दो बड़ी इकोनॉमीज के बीच तालमेल का एक शानदार उदाहरण बना है. മരുന്നുകൾ, ഒപ്റ്റിക്കൽ, മെഡിക്കൽ, സർജിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവയ്ക്ക് നികുതി ഉണ്ടാകില്ല. യൂറോപ്പിൽ നിന്നുള്ള മദ്യം, ബിയർ, വൈൻ എന്നിവയുടെ തീരുവയും കുറയുന്നതായിരിക്കും. കേരളത്തിന് 3 മേഖലയിലാണ് നേട്ടം. മത്സ്യോൽപ്പന്നങ്ങൾ, തേയില, മരുന്ന്, മെഡിക്കൽ ഉപകരണ മേഖലകളിൽ കയറ്റുമതി കൂടും. പി ബസന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, വളരെ സുപ്രധാനമായ കരാർ ഇപ്പോൾ വന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ കേരളത്തിന് ഉൾപ്പെടെ ഏതെല്ലാം മേഖലകൾ തുടങ്ങിയ കാര്യങ്ങളിലും ചർച്ചകൾ പോകുന്നുണ്ട്. ഇതിന്റെ ഫലം എത്രത്തോളം ആയിരിക്കും എന്ന് തുടങ്ങിയ വിലയിരുത്തലുകൾ ഏത് വിധത്തിലാണ് മുന്നിലേക്ക് പോകുന്നത്? സമഗ്രമായ വിവരങ്ങൾ. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ യൂണിയൻ നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള വ്യാപാര കരാർ അമേരിക്കയുടെ ഒരു തീരുവ യുദ്ധത്തിനിടെയാണ് ഇത് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യയിലെ സേവനങ്ങൾക്കും തന്നെ വിശാലമായ ഒരു ആഗോള തലത്തിൽ ഒരു കമ്പോളം തുറന്നു കിട്ടുന്നു എന്നുള്ളതാണ് ഈ കരാറിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് ഇളവുകൾ യൂറോപ്യൻ യൂണിയൻ പ്രഖ്യാപിക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇന്ത്യയും ചില തീരുവകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മത്സ്യോൽപ്പന്നങ്ങൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരുപ്പുകൾ, അതായത് ടെക്സ്റ്റൈൽ അപ്പാരലുകൾ തുടങ്ങിയ മേഖലയിലൊക്കെ തന്നെ ഒരു നികുതിയും ഉണ്ടാകില്ല. യൂറോപ്പിൽ നിന്നും ഉള്ള ഇറക്കുമതി ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്കും. അതേസമയം യൂറോപ്പിൽ നിന്നും കാലാകാലങ്ങളായി ആവശ്യങ്ങൾ ഉയർത്തിയിരുന്ന ചില മേഖലകളിൽ വലിയ തോതിൽ നികുതി കുറയ്ക്കാൻ ഇന്ത്യ തയ്യാറായിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും ഈ വൈനുകൾ, മദ്യം, ബിയർ അതുപോലുള്ള വസ്തുക്കൾ. അതേസമയം ആഡംബര കാറുകളുടെ കാര്യത്തിലും വലിയ തോതിൽ നികുതി ഇളവ് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് യൂറോപ്പിൽ നിന്നുള്ള കാറുകൾക്ക് വില ഇന്ത്യയിൽ വലിയ തോതിൽ കുറയാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉയരുന്നത്. 110% വരെയാണ് കാറുകൾക്കുള്ള നികുതി ഇന്ത്യയിലുള്ളത്. ഇത് 30 മുതൽ 35% വരെയായി കുറയ്ക്കാനാണ് ഇപ്പോൾ തീരുമാനമുള്ളത്. വരുന്ന ഒരു 5 കൊല്ലം 10 കൊല്ലത്തിനുള്ളിൽ അത് 10% കുറയ്ക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ അതേസമയം ഇന്ത്യയിൽ നിന്ന് കാറുകളുടെ കയറ്റുമതിയുടെ കാര്യത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതായത് 2.5%-ലധികമായിരിക്കും ഇന്ത്യയിൽ നിന്നുള്ള കാറുകളുടെ കയറ്റുമതി വരുന്നത്. അതിന് നികുതിയും ഉണ്ടാകില്ല എന്ന് തീരുമാനമായിട്ടുണ്ട്. മറ്റൊന്ന്, ഇലക്ട്രിക് കാറുകളുടെ ബാറ്ററികളുടെ ഇറക്കുമതി, അതിന് 5 കൊല്ലത്തെ ഒരു അനുമതി ഉണ്ടായിരിക്കില്ല എന്നിപ്പോൾ ഈ കരാറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഇന്ത്യയിലെ ഇപ്പോൾ വളർന്നു വരുന്ന EV വെഹിക്കിൾ എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ വെഹിക്കിൾസിൻ്റെ ആ ഒരു കമ്പോളം മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു തീരുമാനം മാത്രമാണ്. ഇന്ത്യയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട മേഖലകളിൽ കേരളത്തിന് ഏറ്റവും കൂടുതൽ ഗുണകരമായി ലഭിക്കുന്നത് മത്സ്യോൽപ്പന്നങ്ങൾ, തേയില, അതുപോലെ മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്നുകൾ. ഈ മേഖലകളിലെ കയറ്റുമതി വലിയ തോതിൽ കൂടുമെന്നാണ് ഇപ്പോൾ വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഓക്കെ, പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.